നമസ്കാരം. ബീന ടെസ്റ്റ് മീഡിയയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം ചെയ്യുന്നത് ആശയവിനിമയമാണല്ലോ. എന്നാൽ ആ ആശയവിനിമയം എങ്ങനെ രൂപപ്പെടുന്നു, അതിനുള്ള പ്രതികരണങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നതല്ലേ പ്രശ്നം. അതിനുള്ള മറുപടിയാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന മനഃശാസ്ത്രം. TA അതായത് ട്രാൻസാക്ഷണൽ അനാലിസിസ് ഡോക്ടർ എറിക് ബർ എന്ന മനഃശാസ്ത്രജ്ഞൻ വികസിപ്പിച്ചെടുത്തതാണ്. നമ്മൾ നടത്തുന്ന ഓരോ സംഭാഷണത്തിന്റെയും ഉള്ളിൽ ഒരു മാനസിക നില പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് TA പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈഗോ സ്റ്റേറ്റ്സ്, അതായത് പേരന്റ്, അഡൾട്ട്, ചൈൽഡ്. ജനനം മുതൽ ആർജിതമായി കൊണ്ടിരിക്കുന്ന ജീവിതാനുഭവങ്ങളും വൈകാരിക സമ്മർദ്ദങ്ങളുമാണ് നമ്മളിൽ വ്യത്യസ്തമായി ഈ 3 വ്യക്തിഭാവങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇവയിൽ ഒന്ന് ഉത്തേജിതമായിരിക്കുകയും മറ്റുള്ളവ ഗുപ്താവസ്ഥയിലായിരിക്കുകയുമാണ് സാധാരണ. ബോധതലത്തിലും അബോധതലത്തിലുമായി ഉണർന്നു ഉറങ്ങിയും കിടക്കുന്ന ഈ അടിസ്ഥാന ഭാവങ്ങൾ എപ്പോഴാണോ നമ്മൾ മറ്റുള്ളവരുമായി ഇടപെടുന്നത് അപ്പോഴാണ് ഇത് പുറത്തു വരുന്നത്. ഈ 3 മാനസിക നിലകളും എല്ലാവരിലും ഉണ്ടെങ്കിലും പലപ്പോഴും ഇവയിൽ ഒന്ന് മാത്രം പ്രബലമായിരിക്കും. ആ മാനസിക നില ഏതാണെന്ന് കണ്ടെത്തലാണ് ടിയയുടെ ആദ്യപടി. നാം ഇടപെടുന്ന ഓരോ വ്യക്തിയിലും ഈ 3 നിലകൾ ഉണ്ടെന്നും അതിലൊന്ന് സജീവമായിരിക്കുമെന്നും നമ്മുടെ പ്രതികരണത്തിനനുസരിച്ച് അവരുടെ മാനസിക നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെന്ന ബോധ്യത്തോടെ ആവണം നാം അവരുമായി സംഭാഷണം നടത്തേണ്ടത്. മനുഷ്യന്റെ വ്യക്തിഭാവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവമാണ് പിതൃഭാവം, പേരന്റ് ഈഗോ സ്റ്റേറ്റ്. ജനനം മുതൽ ഒരാളിൽ ആർജിതമായിരിക്കുന്ന അനുഭവങ്ങളുടെ ആകെ തുക. ക്യാമറ കണ്ണുകൾ പോലെ കുഞ്ഞ് തന്റെ ചുറ്റും കാണുകയും കേൾക്കുകയും വഴി പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈ അനുഭവങ്ങളെ സാംശീകരിക്കുന്നു. തന്നോട് വളരെ അടുത്ത് പെരുമാറുന്ന രക്ഷിതാക്കളുടെയും മുതിർന്നവരുടെയും ഒക്കെ ജീവിത രീതികളാണ് ആദ്യം കുട്ടിയുടെ നിരീക്ഷണ വലയത്തിൽ എത്തുക. 3-ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്നതോടെ തന്നെ കുട്ടിക്ക് ചില സാമൂഹിക നിയമങ്ങളെക്കുറിച്ചും ചില വിലക്കുകളെക്കുറിച്ചും ഒക്കെ ബോധ്യം വന്നു തുടങ്ങുന്നു. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയും നല്ല ഭാവിക്ക് വേണ്ടിയും ഒക്കെ മുതിർന്നവർ അല്ലെങ്കിൽ അനുഭവസ്ഥർ നിർദ്ദേശിക്കുന്ന നിയമങ്ങളും വിലക്കുകളും ഒക്കെയാണ് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറുന്നത്. കരഞ്ഞുകൊണ്ടിരുന്നാൽ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിയുമെന്ന് കുട്ടിക്ക് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുന്നതും ഇതിന് ഒരു ഉദാഹരണമാണ്. ചുരുക്കത്തിൽ മുതിർന്നവരിൽ നിന്നും അനുഭവസ്ഥരിൽ നിന്നും പഞ്ചേന്ദ്രിയങ്ങൾ വഴി സ്വായത്തമാക്കിയ പെരുമാറ്റ രീതികളും സ്വഭാവ സവിശേഷതകളും അതേപടി മനസ്സിൽ പകർത്തിയെടുക്കുന്നതാണ് പിതൃഭാവത്തിന്റെ അടിസ്ഥാനം. പിറന്നു വീണ കുഞ്ഞ് കരയാൻ തുടങ്ങിയാൽ അമ്മ അമ്മിഞ്ഞപ്പാൽ കൊടുക്കുവാൻ തുടങ്ങും. അമ്മയോ മറ്റു വേണ്ടപ്പെട്ടവരോ അടുത്തില്ലാത്തപ്പോൾ കരച്ചിൽ ആരംഭിച്ചാൽ ആരെങ്കിലും വന്ന് കുഞ്ഞിനെ എടുക്കാനും ലാളിക്കാനും തുടങ്ങും. ഇതോടെ തന്റെ ചില ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ കരച്ചിൽ നല്ല ഒരു ആയുധമാണെന്ന് കുട്ടി തിരിച്ചറിയുന്നു. അതോടെ അതൊരു പെരുമാറ്റ രീതിയായി സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു. കുട്ടിയിൽ ഭയവും സന്തോഷവും സങ്കടവും ഒക്കെ രൂപപ്പെടുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. വീട്ടിൽ നടക്കുന്ന പൊട്ടിച്ചിരികളും ആഹ്ലാദ പ്രകടനങ്ങളും ഒക്കെ കുട്ടിയിലേക്ക് സ്വാംശീകരിക്കപ്പെടുന്നു. മുതിർന്നവരെ ബഹുമാനിക്കാനും പാവപ്പെട്ടവരെ സഹായിക്കുവാനുള്ള മനോഭാവവും മറ്റുള്ളവരെ കുറ്റം പറയാനും പറയാതിരിക്കാനുള്ള മനോഭാവവും ഒക്കെ കുട്ടിയിൽ രൂപപ്പെടുന്നത് അതിനനുസൃതമായ നമ്മുടെ കുടുംബ സാഹചര്യങ്ങളിൽ നിന്നാണ്. കുടുംബത്തിൽ നിന്നും സഹസമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന ഇത്തരം മനോഭാവങ്ങളുടെ ആകെത്തുകയാണ് കുട്ടിയിൽ മൂല്യബോധമായി ഉറയ്ക്കുന്നത്. പേരന്റ് ഈഗോ സ്റ്റേറ്റ്സ് ഇത് നമ്മൾ ബാല്യത്തിൽ നിന്നും കേട്ടുപഠിച്ച മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ശബ്ദമാണ്. ഇപ്പോഴത്തെ വാസ്തവത്തെ അടിസ്ഥാനമാക്കിയുള്ള തിരിച്ചറിയലും ആലോചനയുമാണ് അഡൾട്ട് ഈഗോ സ്റ്റേറ്റ്. ശേഖരിക്കപ്പെടുന്ന വിവരങ്ങളെ അപഗ്രഥിച്ച് യുക്തിയുക്തമായി പരിശോധിക്കുകയും അതിൽ തള്ളേണ്ടത് തള്ളുകയും കൊള്ളേണ്ടത് കൊള്ളുകയും ചെയ്യുന്ന ഒരു മനോഭാവമാണ് പക്വഭാവം. പ്രത്യേക അഭിപ്രായങ്ങളോ വിലയിരുത്തലുകളോ ഇല്ലാതെ കിട്ടിയ ഡാറ്റകളെ പ്രോസസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ പോലെയാണിത്. കാര്യങ്ങളുടെ നിജസ്ഥിതി കണ്ടെത്താൻ ഇവർ അവലംബിക്കുന്നത് യുക്തിചിന്തയും കണിശതയും ആണ്. നമ്മിലെ ചിന്താ പ്രക്രിയയുടെ ഒരു ഉൽപ്പന്നമെന്ന് പക്വഭാവത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. വിവരങ്ങൾ വിശകലനം ചെയ്ത് യുക്തിയധിഷ്ഠിതമായി തീരുമാനങ്ങളിൽ എത്തിച്ചേരലാണ് പക്വഭാവത്തിന്റെ പ്രകൃതം. ഇന്നലകളിലെ അനുഭവങ്ങളെ
ചികഞ്ഞെടുത്ത് നഷ്ടസുഖ സ്മൃതികളിൽ ലയിക്കാനോ നാളെക്കുറിച്ചുള്ള ആശങ്കകൾ പടർത്താനോ ശ്രമിക്കാതെ ഇന്നിൽ ജീവിക്കാനുള്ള ഒരു പ്രവണതയാണ് പക്വഭാവത്തിൻ്റെത്. ഒരേ സമയം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് പകരം സ്ഥലകാലബോധത്തോടെ ഈ നിമിഷത്തിൽ ജീവിക്കാനുള്ള പ്രവണതയാണ് പക്വഭാവത്തിൻ്റെത്. ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. നമ്മുടെ കുട്ടിക്കാലത്തെ വികാരങ്ങൾ, ഭയം, ചിരി, കളി എല്ലാം ചിലപ്പോൾ നമ്മൾ വലിയവരായിട്ടും ചൈൽഡിഷ് ആകുന്ന പ്രകടനം കാണാം. ഈ അവസ്ഥയാണ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. നമ്മിൽ ഓരോരുത്തരിലും ഒരു കുട്ടി ഒളിഞ്ഞിരിപ്പുണ്ട്. പല നിർണായക സമയങ്ങളിലും അത് മറന്നീക്കിങ്ങ് പുറത്തു വരും. പണ്ട് ഉത്സവപ്പറമ്പിൽ പോയപ്പോൾ ബലൂണുകളും മറ്റ് കളിപ്പാട്ടങ്ങളും വാങ്ങിയതിന്റെ നനനനത്ത ഓർമ്മകൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്നും ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. ഇപ്പോഴും ഏത് ഉന്നത സ്ഥാനത്തിരിക്കുമ്പോഴും ഇവയൊക്കെ കാണുമ്പോൾ ഒരു താല്പര്യം നമ്മിൽ ഉണരുന്നതും അതുകൊണ്ടാണ്. ബാല്യകാല അനുഭവങ്ങളാണ്, പ്രത്യേകിച്ച് 5-6 വയസ്സ് വരെയുള്ള ജീവിതാനുഭവങ്ങളാണ് ശിശുഭാവത്തിൽ അന്തർലീനമായിരിക്കുന്നത്. അതിനാൽ ബാല്യകാല അനുഭവങ്ങളുടെ ഒരു ശേഖരമാണ് ശിശുഭാവം എന്ന് തന്നെ പറയാം. ബോധ മനസ്സിൽ നിന്നും മിക്കവാറും എല്ലാം മാഞ്ഞുപോയിട്ടുണ്ടെങ്കിലും ഉപബോധ മനസ്സിൽ മഞ്ഞുപാളികൾക്കിടയിൽ എന്നോളം അവ്യക്തമായി കിടക്കുന്ന ശിശുഭാവം ദൈനംദിന ജീവിതത്തിന്റെ പല ദിശാസന്ധികളിലും മറന്നീക്കി പുറത്തു വരും. വളരെ ഗൗരവക്കാരായ ചില ആളുകൾ സന്തോഷം സഹിക്കാതെയാകുമ്പോൾ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുന്നതും ദുഃഖം താങ്ങാനാവാതെ പൊട്ടിക്കരയുന്നതും നാം കണ്ടിട്ടില്ലേ? നിർണായകമായ നിമിഷങ്ങളിൽ അവരുടെ ഉള്ളിലെ ശിശുഭാവം ഉണരുന്നത് കൊണ്ടാണിത്. ബന്ധുക്കൾ മരിച്ചാൽ അലറിക്കരയുന്നതും ചെറിയ പ്രകോപനങ്ങളിൽ പോലും പിടിച്ചു നിൽക്കാനാവാതെ ഭയപ്പെട്ട് ഓടുന്നതും എല്ലാം ശിശുഭാവത്തിന്റെ ഈ ആന്തൽ കൊണ്ടാണ്. ഓരോ വ്യക്തിയിലും ഈ 3 വ്യക്തിഭാവങ്ങൾ വ്യത്യസ്ത അളവിൽ നിലനിൽക്കുന്നുണ്ട്. ജീവിതാനുഭവങ്ങളുടെയും ആർജിത സംസ്കാരത്തിന്റെയും ഫലമായി മിക്കവരിലും ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉയർന്നു നിൽക്കുകയും മറ്റുള്ളവ ഗുപ്താവസ്ഥയിൽ കിടക്കുകയും ചെയ്യും. മറ്റുള്ളവരുമായി സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ പ്രതിയോഗികളുടെ പ്രതികരണങ്ങൾക്കനുസരിച്ച് സംസാരിക്കുന്ന ആളുകളുടെ വ്യക്തിഭാവങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. പ്രതിയോഗിയുടെ സംഭാഷണം പിതൃഭാവത്തിൽ നിന്നാണെങ്കിൽ അതേ ഭാവത്തിലുള്ള പ്രതികരണം ഉണ്ടായാൽ സംഭാഷണം നല്ല രീതിയിലായിരിക്കില്ല. ശിശുഭാവത്തിലേക്കും പക്വഭാവത്തിലേക്കും ഒക്കെ സംഭാഷണം മാറ്റിപ്പിടിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയൂ. മറ്റുള്ളവരുടെ വ്യക്തിഭാവം മനസ്സിലാക്കാനും അതനുസരിച്ച് സ്വയം മാറാനുമാണ് ടിയെ അനുശാസിക്കുന്നത്. ഓരോ ആശയവിനിമയത്തിനും പിന്നിൽ ഈ 3 ഈഗോ സ്റ്റേറ്റ്സും പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ്. നമ്മൾ പറയുന്ന ഒരു വാക്കിന് എതിർമുന്നിൽ നിന്നുള്ള പ്രതികരണം അതേതര നിലയിലാണ് എന്നതാണ് ഗഹനമായത്. അഡൾട്ട് ടു അഡൾട്ട് സംസാരിക്കുമ്പോൾ മറുപടി ചൈൽഡിൽ നിന്ന് വരികയും ആകുമ്പോൾ ആ സംസാരം ക്രോസ്ഡ് ട്രാൻസാക്ഷൻ ആകുന്നു. ടിയെ ഉപയോഗിച്ച് ഇത് നമുക്ക് തിരിച്ചറിയാൻ പഠിക്കാം. നമ്മൾ കുട്ടിക്കാലത്ത് കേട്ട ചില വാക്കുകൾ, അനുഭവങ്ങൾ, ചിന്തകൾ അവ നമ്മളിൽ എഴുത്തായി മാറുന്നു. നിനക്ക് പറ്റില്ല, നീ വലിയവനല്ല, നീ ഭീതിയിലാണ് ജീവിക്കേണ്ടത്. ഇതൊക്കെ ലൈഫ് സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ കിടക്കുന്നു. ടിയെ നമുക്ക് ഈ ലൈഫ് സ്ക്രിപ്റ്റ് തിരിച്ചറിയാനും തിരുത്താനും സഹായിക്കുന്നു. ഈ ടിയെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്നല്ലേ? അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് സെൽഫ് അവയർനെസ് ആണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഏത് ഈഗോ സ്റ്റേറ്റിൽ നിന്നാണ് പ്രതികരണം വരുന്നത് എന്ന് മനസ്സിലാക്കുക. സെക്കൻഡ്, അത് അവയർനെസ്, മുന്നുള്ള വ്യക്തിയുടെ നില എന്താണെന്ന് നാം മനസ്സിലാക്കുക. മൂന്നാമത്തത് സ്ക്രിപ്റ്റ് റീറൈറ്റിംഗ്, പഴയ ലിമിറ്റിംഗ് ബിലീഫ്സ് മാറ്റുക, പുതിയ തോട്ട് പാറ്റേൺസ് രൂപപ്പെടുത്തുക. വിനിമയങ്ങളുടെ അനന്തരഫലം തീരുമാനിക്കപ്പെടുന്നത് മാനസിക തലത്തിൽ നടക്കുന്ന വിനിമയത്തെ ആശ്രയിച്ചായിരിക്കും. മറ്റുള്ളവരുമായി ഇടപെടുമ്പോഴും സംസാരിക്കുമ്പോഴും നാം ഏത് ഭാവത്തിലാണെന്ന് സ്വയം നിരീക്ഷിച്ചറിയണം. ഭാഷണ സമയത്ത് അപരൻ പിതൃഭാവത്തിലാണോ ശിശുഭാവത്തിലാണോ എന്ന് തിരിച്ചറിയുകയും അതനുസരിച്ച് ഇടപെടലുകളിൽ മാറ്റം വരുത്തുകയും ചെയ്താൽ നമുക്ക് ഈടുറ്റ വ്യക്തിബന്ധം സ്ഥാപിക്കാനാവും. വിരുദ്ധ സംഭാഷണങ്ങളും ഒളി സംഭാഷണങ്ങളും വ്യക്തിബന്ധം ശിഥിലമാക്കും എന്നതിനാൽ അത് ഒഴിവാക്കുക. വ്യക്തിബന്ധങ്ങളിൽ ഊഷ്മളതയും ഉത്സാഹവും നിറയ്ക്കുവാൻ അനുപൂരക സംഭാഷണങ്ങൾ പരിശീലിക്കുക. നാവിനെ ജയിച്ചാൽ സർവ്വതിനെയും ജയിക്കാം എന്ന് പറയുന്നതിന്റെ അർത്ഥവ്യാപ്തിയും ഇതുതന്നെയാണ്. വാക്കുകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഒരേ സമയം
നമ്മെ വളർത്തുകയും തളർത്തുകയും ചെയ്യുന്ന വജ്രായുധമാണത്. ജീവിതവും മരണവും കുടികൊള്ളുന്നത് നാവിൻ തുമ്പിലാണെന്ന് പറയാറുണ്ട്. ബന്ധങ്ങൾ ദൃഢപ്പെടുന്നതും ശിഥിലമാകുന്നതും ഒക്കെ നമ്മുടെ സംസാര രീതി അനുസരിച്ചായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ വാക്കുകൾ വ്യത്യാസപ്പെടുത്തിയാൽ നമുക്ക് നമ്മുടെ ലോകമേ വ്യത്യാസപ്പെടുത്താമെന്ന് പറയുന്നതിന്റെ പൊരുളും. നമ്മെ പ്രകോപിപ്പിക്കുവാനുള്ള ചൂണ്ടയുമായാണ് മറ്റുള്ളവരെല്ലാം നടക്കുന്നത്. അതിൽ കൊത്താതിരിക്കുവാനുള്ള സാമർഥ്യമാണ് നാം കാണിക്കേണ്ടത്. എല്ലാ പ്രശ്നങ്ങളോടും അന്ധമായി പ്രതികരിക്കുന്നത് ഒഴിവാക്കി പ്രചോദനത്തിനും പ്രതികരണത്തിനും ഇടയിലുള്ള സമയം ബുദ്ധിപരമായി ഉപയോഗിക്കുവാൻ നമ്മെ പഠിപ്പിക്കുകയാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് ചെയ്യുന്നത്. ടിയെ മനസ്സിലാക്കിയാൽ നമ്മുടേതായ ആത്മവിശ്വാസം, ബന്ധങ്ങൾ, ആത്മബോധം എല്ലാം വളരാൻ സഹായിക്കും. ഈ മനഃശാസ്ത്രം നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷ മാറ്റം ഉണ്ടാക്കും. ഇങ്ങനെ ആത്മബോധം വളർത്തുന്ന വീഡിയോകൾക്കായി ബിന ടെസ്റ്റ്പീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. കാണാം അടുത്ത വീഡിയോയിൽ. Love you all. Be happy.